എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്തിൽ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അക്കൗണ്ടുള്ള ആളുകൾ എല്ലാവരും അല്ല, കുറച്ച് ആളുകളെങ്കിലും ചെയ്യുന്ന ഒരു ഉളുപ്പില്ലാത്ത പണി എന്താണെന്ന് വെച്ചാൽ, അയലത്തെ വീട്ടിലുള്ളവരെ കുറ്റം പറയുന്നതും അതുപോലെ തന്നെ വീട്ടിലുള്ള കാര്യങ്ങളായാലും എന്ന് വേണ്ട സകലമാന കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചർച്ച ചെയ്യാനുണ്ട് അതെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് ചർച്ച ചെയ്ത് 10 പേര് കേൾക്കണം അല്ലെങ്കിൽ ഒരു ആശ്വാസവും കിട്ടില്ല എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് കുറേ എണ്ണം ഉണ്ട്. പണ്ടൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, അതിരാവിലെ നടക്കാൻ പോവും കുടുംബത്തിലെ കാരണവന്മാരെ. അവർ പോയിട്ട് വീട്ടിൽ എത്ര നന്നായിട്ട് നല്ല കട്ടിക്ക് ചായ ഇട്ട് കൊടുത്താലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർ പോയിട്ട് പീടികയുടെ വരാന്തയിലിരുന്ന് 10 പരദൂഷണവും പറഞ്ഞ് ഒരു പത്രമൊക്കെ വായിച്ച് അതിലുള്ള കാര്യങ്ങളും പറഞ്ഞ് പിന്നെ നാട്ടുവർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഒരു ചായയും കുടിച്ച് ഒരു ബീഡിയൊക്കെ വലിച്ചിട്ട് കാരണവന്മാർ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് വെപ്രാളപ്പെട്ട് കുളിച്ച് ജോലിക്കൊക്കെ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ആ ഒരു കാലഘട്ടമൊക്കെ മാറിപ്പോയി. ഇപ്പോൾ എല്ലാവരും തിരക്കിലാണ്. ആർക്കും പീടികയിലേക്കൊന്നും അതിരാവിലെ ഓടാനൊന്നും സമയമില്ല. പക്ഷേ ഇപ്പോൾ കൂടുതലും കാണുന്നതെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ ഒരു കാര്യമാണ്. പെണ്ണുങ്ങളാണ് കൂടുതലും സോഷ്യൽ മീഡിയ കയ്യിലുണ്ടെങ്കിൽ, ഒരു ചാനൽ കയ്യിലുണ്ടെങ്കിൽ വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും പരദൂഷണവും തെറിവിളികളും എല്ലാം നേരെ സോഷ്യൽ മീഡിയ വഴിയാണ്. അപ്പോൾ അത്തരത്തിലൊരു വീഡിയോ കാണാനായിട്ടിടയായി. ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം 4 ലക്ഷത്തിനടുപ്പിച്ച് ആളുകൾ കണ്ടു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അതായത് ഒരു അമ്മ വന്നിട്ട് സ്വന്തം മക്കളുടെ പരദൂഷണം വരെ വീഡിയോയിൽ വന്നിട്ട് പറയുകയാണ്, ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതെന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ, എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. പഴയ കാരണന്മാർ പറയില്ലേ, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കുന്നത്. കറക്റ്റാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പഠിക്കുകയുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ പിള്ളേർ പഠിച്ച് ജോലി നേടിക്കഴിഞ്ഞാണ്ടല്ലോ അവരെ ഉപദേശിക്കാൻ പറ്റത്തില്ല. ഞാൻ അവർക്കൊരു ഉപദേശം കൊടുത്തു, പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, ഇനി മേലെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമോ, ഞങ്ങളുടെ കാര്യം അന്വേഷിക്കുകയോ ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പം നമ്മുടെ പേരൻസൊക്കെ കാരണന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കും. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത്. ഒരു പ്രായം കഴിഞ്ഞാൽ അവർ വളർന്ന് പന്തലിച്ച് വലിയ നിലയിലെത്തും. അപ്പോൾ അവർ ഉപദേശിക്കാൻ ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ അവരുടെ വായിൽ നിന്ന് നമ്മൾ നല്ലൊരു ചീത്തയൊക്കെ കേൾക്കേണ്ടി വരും. നമ്മുടെ മനസ്സിന് ബുദ്ധിമുട്ടിക്കുന്ന വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കണം. ഒരു കാരണവശാലും മക്കളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ എനിക്ക് ചെറിയൊരു വർക്കുണ്ട്, അതുകൊണ്ട് തുച്ഛമായ ശമ്പളത്തിൽ തുച്ഛമായ രീതിയിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആരുടെയും കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പോകുന്നില്ല. കാരണം നമുക്ക് ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ വാക്കുകൾ കേൾക്കുമ്പോൾ അതൊരു വിഷമാണ്. പക്ഷേ ഒരു പാഠം നമ്മുടെ ജീവിതത്തിൽ പഠിക്കും. എന്താണെന്നറിയാം, നമ്മൾ ആർക്ക് വേണ്ടിയും അധികം നമ്മൾ അവരെ ഉപദേശിക്കാനോ സ്നേഹിക്കാനോ അവരുടെ കാര്യത്തിൽ ഇടപെടാനോ പോകാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അതിനും ഭേദം നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ ഓരോ പാഠങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിക്കും. ശരിയല്ലേ? ശരിയാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ അവരവരെ കാര്യം നോക്കി ജീവിക്കുക. സന്തോഷമായാലും ദുഃഖമായാലും എന്തായാലും ദൈവം എന്ത് തരുന്നോ അത് കൈനീട്ടി സ്വീകരിക്കുക. അതാണ് ജീവിതത്തിലെ ലക്ഷ്യം, വിജയം. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. നല്ല അപ്പോൾ എന്തായാലും ഇവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, പണ്ടുള്ള കാരണവന്മാർ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, മക്കളെ കണ്ടും മാമ്പൂ കൊണ്ടും കൊതിക്കരുത് എന്നുള്ള ആ ഒരു സംഭവമൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. അതായത് മക്കളോട് ഉപദേശവുമായിട്ട് ചെന്നപ്പോൾ മക്കൾ പറഞ്ഞത്രേ കടന്ന് പാട് നോക്കി പോകാൻ മറ്റോ എന്തോ പറഞ്ഞു. മക്കളെ ഉപദേശിക്കേണ്ട, അവരുടെ കാര്യമൊക്കെ അവർ നോക്കിക്കോളാം, ഈ അമ്മ അവരെ ഉപദേശിക്കേണ്ട എന്ന് മക്കൾ പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കരഞ്ഞ് മെഴുകുന്നത്. അപ്പോൾ എന്തായാലും ആ കുട്ടികൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഈ അമ്മ എന്ത് ഉപദേശമാണ് അവർക്ക് കൊടുക്കാനായിട്ട് ചെന്നത് എന്നുള്ള കാര്യത്തിനൊന്നും ഒരു വ്യക്തതയില്ല. അതേക്കുറിച്ചിട്ടൊന്നും ഈ അമ്മ പറയുന്നുമില്ല.
കുട്ടികൾക്കാണെങ്കിലും അവർക്കും അവരുടേതായിട്ടുള്ള മാനാഭിമാനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ചോദിക്കുക, ഈ അമ്മ എന്ത് അപമാനമാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാണിച്ചിട്ടുള്ളതെന്നായിരിക്കും പലരും ചോദിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള വൃത്തികേട് ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാൽ പോലും പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ വന്നിടുമ്പോൾ കുട്ടികൾക്കതൊരു വളരെ മോശമായിട്ട് തോന്നിയിരിക്കാം. അപ്പോൾ അതൊക്കെ പ്രതികരിക്കാനുള്ള ഒരു കാരണം തന്നെയാണ്. എന്തായാലും ഇവരൊരു പാട്ട് പാടുന്നുണ്ട്, കോമഡിയാക്കി പാടിയിട്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പാറ്റിക്കോ അപ്പാറ്റി കേട്ട് 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 അപ്പാറ്റിക്കോ അപ്പാറ്റി കൂട്ട് 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 അപ്പാറ്റിക്കോ താങ്ക് യു. കോമഡി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെയൊക്കെയുള്ള കോപ്രായങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ, പണ്ടത്തെ കാലത്തെ പിള്ളേരൊന്നും അല്ല, പണ്ടൊക്കെ നമ്മളെയൊക്കെ കാലഘട്ടത്തിലുള്ള പിള്ളേരെന്ന് പറഞ്ഞാൽ വെറും മന്ദോത്തി പിള്ളേരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങോട്ടിട്ട് അടിച്ചാൽ അങ്ങോട്ട്, ഇങ്ങോട്ടിട്ട് അടിച്ചാൽ ഇങ്ങോട്ട്, ആ ഒരു രീതിയിലായിരുന്നു നമ്മളുടെയൊക്കെ പോക്ക്. പക്ഷേ ഇന്നത്തെ കാലത്തെ പിള്ളേർ അങ്ങനെയൊന്നുമല്ല. ഇങ്ങനെയൊക്കെ വന്ന് നിന്നിട്ട് കാണിക്കുമ്പോൾ ആ കുട്ടികൾക്കത് മാനക്കേടാണ് എന്ന് ചിന്തിക്കാനുള്ളൊരു ബോധം പോലും ഇവർക്കില്ലാതെ ആയിപ്പോയി. അപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന ആളുകളുണ്ടാവാം. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ളവരടുത്ത് ഒന്നും പറയാനില്ല. പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇവർ പറയുന്നുണ്ടല്ലോ, എൻ്റെ മക്കളെ ഞാൻ ഉപദേശിച്ചതിലാണ് തെറ്റ്, അല്ലെങ്കിൽ മക്കളെ ഞാൻ ഉപദേശിച്ചപ്പോൾ അവർ പോയി പണി നോക്കാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ കരഞ്ഞു മെഴുകുന്ന അമ്മ ആ കുട്ടികളോട് ചെയ്ത ഒരു ചതിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ലൈക്കിനും അതുപോലെ കമൻറ്റിനും സബ്സ്ക്രൈബിനും ഒക്കെ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ചില വൃത്തികേടുകൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ മൂടി വെക്കേണ്ടത് മൂടി തന്നെ വെക്കണം. കാടിയാണെങ്കിലും മൂടി കുടിക്കണമെന്നാണ് കാരണവന്മാർ പറയുന്നത്. നമ്മുടെ വീട്ടിൽ പട്ടിണിയാണോ ഇല്ലയോ എന്നുള്ളത് നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അവരുടെ വീട്ടിലെ അവരുടെ മക്കൾ, അവർക്ക് എനിക്ക് തോന്നുന്നു 2 കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ആ ഒരു കുട്ടി ഈ ഒരു വീഡിയോയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു കുട്ടി ഇവരുടെ പേഴ്സിൽ നിന്നും അനുവാദം കൂടാതെ തന്നെ, അല്ലെങ്കിൽ അമ്മയോട് ചോദിക്കാതെ 500 രൂപ എടുത്തു. അപ്പോൾ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരേണ്ട യാതൊരു കാര്യവും ഇല്ല. അത് അവർക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്ന കാര്യമുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞിനോട് സ്നേഹമായിട്ട് ഉപദേശിക്കുക, അല്ലെങ്കിൽ ശാസനയോടുകൂടി കുട്ടിയോട് ഇടപെടുക, ശാസനയോടുകൂടി പറയുക, ഇനി മേലാൽ ഇത് ആവർത്തിച്ച് പോകരുത് എന്ന് പറയാം. അതുമല്ലെങ്കിൽ 2 പൊട്ടിക്കുക. ഇത് ചെയ്യാം. ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഇവർക്കിത് ചെയ്യാനുള്ള പൂർണ്ണ അധികാരവുമുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എൻ്റെ പൈസ എടുത്തോ, നീ എന്തിനാ എൻ്റെ പേഴ്സിൽ നിന്നും 500 രൂപ എടുത്തത്, നീ സ്വന്തമായിട്ട്, നിനക്ക് വേണമെങ്കിൽ നീ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം എന്നും പറഞ്ഞിട്ട് പണ്ടത്തതും പാളയിൽ തൂറിയതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവർ എന്നിട്ട് പറയുന്നുണ്ട്. ശരിക്കും ഇവർ ചെയ്ത ആ ഒരു ദ്രോഹം എന്ന് പറഞ്ഞാൽ, ആ കുഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്നും പൈസ മോഷ്ടിച്ചു എന്നുള്ള ആ ഒരു മെസ്സേജ് സമൂഹത്തിൽ ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത് കാണുന്ന പലരും പറയുമോ, കുറേയധികം ആളുകളെങ്കിലും പറയുമായിരിക്കും, അവരെത്ര നല്ല സ്ത്രീ, അവരുടെ കുട്ടി ഒരു തെറ്റ് ചെയ്തപ്പോൾ പോലും അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറഞ്ഞു ഗുഡ്, നല്ല അമ്മ എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു അമ്മ എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിലാണ് ആ ഒരു കുട്ടിയെ അപമാനിക്കുകയാണ് ചെയ്തത് എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും നമുക്കത് കണ്ടിട്ട് വരാം. എടാ സോനു, നിന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ പേഴ്സിൽ നിന്ന് 500 എടുക്കലെന്ന് പറഞ്ഞായിരുന്നോ? എന്താ കാരണം? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, നിന്നോട് പഠിക്കുക. ഈ പ്രാവശ്യം നീ 10ാം ക്ലാസ്സിൽ തോറ്റില്ലേ? ഇല്ലേ? സ്വന്തമായിട്ടൊരു വരുമാനമുണ്ടോ? സ്വന്തമായിട്ട് ജോലിയുണ്ടോ? എടാ, ഞാൻ കഷ്ടപ്പെടുന്നപോലെ നീ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നീ ജോലി സമ്പാദിച്ച് 100 രൂപ ഉണ്ടാക്കുക, അല്ലെങ്കിൽ 500 രൂപ ഉണ്ടാക്കുക. എന്നിട്ട് നീ ന്യായീകരണം പറ. എന്തിന് നീ എൻ്റെ പേഴ്സിൽ നിന്ന് 500 എടുത്തേ? എടുക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? പൈസയുടെ വില നിനക്ക് അറിയത്തില്ല. നിന്നോട് പഠിക്കാൻ പറയുമ്പോൾ 24 മണിക്കൂർ ടിവിയും കണ്ട്, സിനിമയും കണ്ട്, മൊബൈലും കണ്ട് നിൻ്റെ ജീവിതം നീ പാഴാക്കി കളയില്ലേ? നീ പല പ്രാവശ്യം നിന്നോട് ഉപദേശിച്ചു, നീ നന്നായോ? ഇല്ലല്ലോ. ഇനി മേലാൽ എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ നീ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം വളരെ മോശമായിരിക്കും. നിങ്ങൾക്ക് നല്ല ഉപദേശം തന്നു, നന്നായിട്ട് പഠിക്കുക. ഇവിടെ എന്തിന് കുറവാ? ഈ വീട്ടിലൊരു പണി ചെയ്യണ്ട, സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി മേശ എടുത്ത് വെക്കുന്നുണ്ട്, അതെടുത്ത് കഴിക്കുക. സ്കൂളിൽ പോവുക, യൂണിഫോം ഡ്രസ്സ് വരെ ഞാൻ കഴുകിയിട്ടേച്ച പോണേ. ഒരു പണി വീട്ടിൽ ചെയ്യണ്ടല്ലോ. നിങ്ങൾ നന്നായിട്ട് സ്കൂളിൽ പോയി പഠിക്കുക, അതാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ പഠിച്ചില്ല, നീ തോറ്റു. ഇനി വല്ല കൂലിപ്പണിക്ക് പോയിട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കുക, അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടറിയാം. ഇനി മേലക്കം എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ പറയില്ല കേട്ടോ, നീ പ്രവർത്തിച്ച് കാണിക്കും. മനസ്സിലായോ? ഇനി ഒരു പാഠമായിരിക്കട്ടെ. അധ്വാനത്തിൻ്റെ വില എന്താണെന്നും കഷ്ടപ്പാടും വേദനയും ബുദ്ധിമുട്ടും എന്താണെന്നും
നീ അറിയണം. ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രായത്തിലെ 10 രൂപയ്ക്ക് കെഞ്ചിയിട്ട് അറിയാം. ഇങ്ങോട്ട് നീ സംസാരിക്കണ്ട, ഞാൻ പറയണം നീ അനുസരിച്ചാൽ മതി, കേട്ടല്ലോ. നീ അധ്വാനിച്ച നീ 500 രൂപ കൊണ്ടേ കാണിക്ക്. നീ സ്വയമായിട്ട് അധ്വാനിച്ചാലേ നിനക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും വിയർപ്പിൻ്റെ വിഷമവും നിനക്കറിയത്തുള്ളൂ. മനസ്സിലായോ? കഷ്ടപ്പാടിൻ്റെ വിഷമവും വേദനയും ബുദ്ധിമുട്ടും പ്രയാസം എന്താണെങ്കിൽ നീ സ്വയമായിട്ട് പുറത്ത് പോയി അധ്വാനിച്ച് നീ 500 രൂപ കൊണ്ടേ എൻ്റെ കയ്യിൽ കൊണ്ടേ വെക്കുക. എന്നിട്ട് നിനക്ക് ക്ഷയിക്കാൻ വരും. പഠിക്കേണ്ട കാലത്ത് പഠിച്ചില്ലേ മോനെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുപോലെ തന്നെ ഞാൻ കുറേ അനുഭവിച്ച 10 രൂപയ്ക്ക് ഒത്തിരി കഷ്ടപ്പെട്ടു. അന്നും ഇന്ന് എന്നും കഷ്ടപ്പാടാണ്. എന്നാലും നിസ്സാരമായ തുക എനിക്ക് ശമ്പളം കിട്ടുന്നില്ലേ, അതുകൊണ്ട് ജീവിച്ചു പോകുന്നില്ലേ, അതുകൊണ്ട് ഈ വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നില്ലേ. അതുകൊണ്ട് നീ നാളെ കൂലിപ്പണിക്ക് വയ്ക്കോ, അതാ നിനക്ക് വിധിച്ച പണി. മനസ്സിലായോ? ഇതുപോലെയാണ് ഇവരുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇവരുടെ ഓരോ വീഡിയോകളും നമ്മൾ എടുത്തെടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോയുടെയും കാര്യമല്ല, കുറേ വീഡിയോകളെങ്കിലും എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് കൂടുതൽ വീഡിയോകളെ എത്തിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ആളുകളുടെ കമൻറ്റും സബ്സ്ക്രൈബും വ്യൂസും മാത്രം നോക്കിയിട്ട് സ്വന്തം മക്കളെ പോലും വായിൽ തോന്നുന്നത് വന്നിട്ട് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വന്ന് വിളിച്ച് പറയുന്ന ഈ ഒരു അമ്മയോട് എന്താണ് പറയേണ്ടത്? ഇതിനേക്കാളും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ മകളാണെന്ന് തോന്നുന്നു പായസം ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു പായസം ഉണ്ടാക്കിയപ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ചെറിയ മക്കൾക്ക് അടുക്കളയിലൊക്കെ കയറി അവർ കുക്ക് ചെയ്യാൻ നേരത്ത് അവർക്ക് ചിലപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ലായിരിക്കാം. പായസം ഉണ്ടാക്കിയതിനെ പറ്റിയിട്ടാണെങ്കിൽ ഇവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ശരിക്കും ആ കുട്ടികളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയാണോ ഇവർ റിയലായിട്ട് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഇവരുടെ വീഡിയോകളൊക്കെ കാണുന്ന സമയത്ത് ഇവർ എല്ലാത്തിനും ഇങ്ങനെ കണ്ണൊക്കെ തള്ളി പുരുകമൊക്കെ പൊക്കി ഇങ്ങനെയാണ് ഇവർ സംസാരിക്കുന്നത്. ഇവർ ഇനി അത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്ത് തന്നെ ആണെങ്കിൽ പോലും ഇവരുടെ മകളോ പായസം ഉണ്ടാക്കിയെന്ന് പറയുന്നു. ഇവരുടെ മക്കളിൽ ആരോ ഒരാൾ പായസം ഉണ്ടാക്കിയെന്ന് പറയുന്നു. ആ ഒരു പായസത്തിൽ ആ ഒരു കുട്ടിക്ക് അറിയാതെ കടുക് താളിച്ചിട്ടു. കൊച്ചുള്ളിയും കടുകും അതുപോലെ കറിവേപ്പിലയൊക്കെ വെച്ചിട്ട് കടുക് താളിച്ചു, മസാലയും ചേർത്തു എന്നാണ് പുള്ളിക്കാരത്ത് പറയുന്നത്. നമുക്കറിയില്ല. അപ്പോൾ ഇത് ചെയ്തിട്ടു. അപ്പോൾ അത് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയേണ്ട ഒരു കാര്യമില്ല, ഇനി മേലാ ചെയ്തു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഈ ഭാവാഭിനയം എന്തുമാത്രം വാരി കോരി ഇടുന്നു എന്നുള്ളതാണ്. എന്തിനാണ് ഇത്രയധികം ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത്? കുട്ടി അങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ കുഞ്ഞ് പായസം വെക്കാനായിട്ട് തുടങ്ങുമ്പോൾ അമ്മ എന്ന നിലയിൽ മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ആ കുഞ്ഞിൻ്റെ അടുത്ത് പോയി നിൽക്കുക, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് സ്നേഹത്തോടു കൂടി അതിന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് കുട്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടിയതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ജനങ്ങളടുത്ത് പറയുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേറൊരു പായസ കിറ്റും കൊണ്ട് അങ്ങോട്ടേക്ക് വരുമോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അപ്പോൾ ഇതാണ് ഇവർ കാണിക്കുന്ന ഇവരുടെ പ്രവൃത്തികൾ കൊണ്ടായിരിക്കണം ആ കുഞ്ഞുങ്ങൾ ഇനി ഉപദേശവുമായിട്ട് വരണ്ട എന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തി വന്നിട്ട് ഒരു വീഡിയോ, എൻ്റെ പൊന്നോ, അത് കുറച്ച് ബാക്കിലോട്ടുള്ളൊരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോയിൽ ഇവർ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൽ വന്നിട്ട് അവരുടെ ഏതൊക്കെയോ ഫ്രണ്ട്സ് അവരെ ചതിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ കൂട്ടുകാരാണെങ്കിൽ ആണുങ്ങളെ ആണെങ്കിലും പെണ്ണുങ്ങളെ ആണെങ്കിലും ഫ്രണ്ട്സായിട്ട് തിരഞ്ഞെടുക്കണ്ട, ഫ്രണ്ട്സിനെ നമുക്ക് വേണ്ട, ഫ്രണ്ട്സ് ഒരിക്കലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യില്ലെന്നോ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നോ. എന്നിട്ട് ഈ പുള്ളിക്കാരത്തിയുടെ കൂട്ടുകാരികളായ 2-3 പെണ്ണുങ്ങളുടെ പേര് പറയുന്നുണ്ട്, ബിന്ദു എന്നോ ഭദ്രയെന്നോ പിന്നെ ഏതോ ഒരു പേര്. അപ്പോൾ അവരിവരെ ചതിച്ചു എന്ന് പറയുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഭാവാഭിനയം മാത്രമേ വീഡിയോയിൽ നടക്കുന്നുള്ളൂ. പറയേണ്ട കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയില്ല, ഒരു കാര്യവും പറയാറില്ല, വ്യക്തമായിട്ടൊന്നും പറയാറില്ല. വരും കുറേ കണ്ണും തള്ളി പല്ലും തള്ളി എന്തൊക്കെയോ പറഞ്ഞു വച്ചിട്ട് പോവും. അതാണ് പുള്ളിക്കാരത്തി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. ഹായ് നമസ്കാരം. ഇന്ന് വീടിനടുത്തുള്ളൊരു പെണ്ണുണ്ടായി. ആ പെണ്ണിൻ്റെ പേര് ഭദ്ര. അവൾ ഓണക്കോടി ഞാൻ സാരി മേടിച്ചിട്ട് അവൾ ഉടുത്തിട്ട് വൈകുന്നേരം കൊണ്ട് തരാമെന്നുണ്ട്, ഇതുവരെ തന്നില്ല. എനിക്കിപ്പോൾ സാരി ഉടുക്കാനില്ല, ഞാൻ പുതിയത് മേടിച്ചു, എനിക്ക് ഉടുക്കാൻ പോലും കിട്ടിയിട്ടില്ല. അവൾ നാളെ തരുന്നത് എന്ത് ചെയ്യും? ഭയങ്കര. ശരിക്കും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് തന്നെ പേടിയാവുന്നു. ഇത് എന്തൊക്കെയാണ് ഈ മുഖം വെച്ചിട്ട് ഇവർ കാണിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ശരിക്കും പേടിയാവുന്നു. അപ്പോൾ ആ ഒരു കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇവർ റിയലായിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും കൂട്ടുകാരികൾ ചതിച്ചു എന്ന് പറയുന്നു. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും അവർ വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷേ
പിന്നീട് പറയുന്നുണ്ട്. ശരിക്കും ഇവരുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ ആരുടെയും പ്രശ്നത്തെ പറ്റിയിട്ട് നമുക്കറിയാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ അവർ തന്നെ തുറന്നു പറയണം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾക്ക് പോലും വളരെ വിഷമിക്കുന്ന ആളാണെന്ന് തോന്നുന്നു ഇവർ. എന്നാൽ പുറമേ ഭയങ്കര ബോൾഡാണെന്ന് ഇവർ കാണിക്കുന്നതാവാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മനസ്സിലായില്ലേ? ഇവരെ ഭദ്ര എങ്ങനെയാണ് ചതിച്ചതെന്ന് വെച്ചാൽ, ഓണത്തിന് ഇവർ സാരി മേടിച്ച് വെച്ചു. അപ്പോൾ ഭദ്ര വന്ന് ചോദിച്ചു, ഭദ്രയ്ക്ക് ഉടുക്കാൻ സാരി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ കൂട്ടുകാരി ആയതുകൊണ്ട് തന്നെ ഭദ്രയ്ക്ക് സാരി ഉടുക്കാൻ കൊടുത്തു. ആ ഒരു സാരി കൊണ്ടുപോയിട്ട് ഭദ്ര അവർക്ക് തിരിച്ചു കൊടുത്തില്ല. പിറ്റേ ദിവസം അവർക്ക് പോവാനായിട്ട്, എവിടെ പോവാനായിട്ട് ഉടുക്കാനായിട്ട് സാരി കൊടുത്തില്ല. ഓണത്തിന് മേടിച്ച പുതിയ സാരിയാണ് പുള്ളിക്കാരത്തി ഉടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം വന്നിട്ട് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ഭദ്രയാണെങ്കിൽ ഒന്നീ ഫോൺ വിളിച്ച് ഭദ്രയോട് പറയുക, അല്ലെങ്കിൽ അടുത്ത് അവരുടെ വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കുക. പക്ഷേ ആ ഒരു ഭദ്ര ഇവരുടെ കയ്യിൽ നിന്നും സാരി മേടിച്ചുകൊണ്ട് വന്ന് ഉടുത്ത കാര്യം പോലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ജനങ്ങളെ മുഴുവനും അറിയിക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ. ശരിക്കും ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തി ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തിയുടെ സാരി ഭദ്ര കൊണ്ടുപോയി കൊടുത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലും ഇതുപോലെ മറ്റുള്ളവരുടെ വസ്ത്രങ്ങളൊക്കെ മേടിച്ച് ധരിക്കുന്നവരുണ്ടായിരിക്കാം, ഇല്ലേ? പണ്ടൊക്കെ ആയിരുന്നു കൂടുതലും അങ്ങനെയുള്ള ആളുകൾ. പക്ഷേ ഒരാൾ യൂസ് ചെയ്യാതെ വച്ചിരിക്കുന്ന ഒരു സാരി ആണെങ്കിലും ഡ്രസ്സ് ഏതോ ആവട്ടെ, അത് മറ്റൊരാൾ മേടിക്കുമ്പോൾ അവർക്ക് തോന്നേണ്ടതാണ് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന്. പക്ഷേ ഈ പറയുന്ന പുള്ളിക്കാരത്തി ഭദ്രയ്ക്ക് അങ്ങനെ തോന്നിയില്ല. അത്രയ്ക്ക് അടുത്ത ഫ്രണ്ടായിരിക്കാം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ ഒരു ഫ്രണ്ടിനെ ഇതിൽ പരം നാറ്റിക്കാനായിട്ട് ഒന്നും വച്ചിട്ടില്ല. അപ്പോൾ അത് ആ ഒരു വിഷയം അങ്ങനെ. പിന്നീടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇത്തരത്തിലൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികളാണെങ്കിലും അവർക്കും ഇല്ലേ അഭിമാനമൊക്കെ. അപ്പോൾ നമ്മൾ മാന്യമായിട്ട് വന്നിരുന്ന് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഇതുപോലെ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന തെറ്റുകളെ പോലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു കുഞ്ഞുങ്ങൾ പോകുമ്പോഴത്തേക്ക് ആളുകൾ പറയും, ഇതേ ആ ഒരു ഇന്ന വ്യക്തിയുടെ കുട്ടിയാണ് ആ പോകുന്നത്, തള്ളയുടെ പേഴ്സിൽ നിന്നും 500 രൂപ അടിച്ചു മാറ്റിയ പുള്ളിയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന നാണക്കേട് എത്ര വലുതാണെന്ന് ഇവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തതോ ഇനി ബുദ്ധി ഇല്ലാത്തതായിട്ട് അഭിനയിക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാൻ തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു മെഴുകിയിട്ട് ഒരു കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എൻ്റെ മക്കൾ എന്നോട് പാട് നോക്കി പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, അല്ലെ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കുഞ്ഞുങ്ങളാണെങ്കിലും ഇന്നത്തെ കാലത്തെ മക്കളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ മതിയാവൂ. പണ്ടത്തെ കാലത്തെ മക്കളൊന്നും അല്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുട്ടികളെ അപമാനിച്ചു കഴിഞ്ഞാൽ ആ അപമാനിക്കുന്ന മാതാപിതാക്കൾക്ക് അവർ ഒരു വാല്യൂവും കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.